അസ്സലാമു വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സൂറ അൻ-നിസാഇൻ്റെ 87-ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لا إله إلا هو ليجمعنكم إلى يوم القيامة لا ريب فيه ومن أصدق من الله حديثا. فما لكم في المنافقين فئتين والله أركسهم بما كسبوا أتريدون أن تهدوا من أضل الله ومن يضلل الله فلن تجد له سبيلا. ودوا لو تكفرون كما كفروا فتكونون سواء فلا تتخذوا منهم أولياء حتى يهاجروا في سبيل الله فإن تولوا فخذوهم وقتلوهم حيث وجدتموهم ولا تتخذوا منهم وليا ولا نصيرا إلا الذين يصلون إلى قوم بينكم وبينهم ميثاق أو جاءوكم حسرت صدورهم أن يقاتلوكم أو يقاتلوا قومهم ولو شاء الله لسلطهم عليكم فلقاتلوكم ولو شاء الله لسلطهم عليكم فلقاتلوكم فإن اعتزلوكم فلم يقاتلوكم وألقوا إليكم السلم فما جعل الله لكم عليهم سبيلا. ستجدون آخرين يريدون أن يأمنوا ويأمنوا قومهم كلما ردوا إلى الفتنة أركسوا فيها فإن لم يعتزلوكم ويلقوا إليكم السلم ويكفوا أيديهم فخذوهم واقتلوهم حيث ثقفتموهم وأولئكم جعلنا لكم عليهم سلطانا مبينا. കഴിഞ്ഞ ആഴ്ച ഷഫാഅത്തുൽ ഹസനത്തിനെ കുറിച്ചും ഷഫാഅത്തുൻ സയ്യിഅയെക്കുറിച്ചും വിശ്വാസികൾ പരസ്പരം കണ്ടുമുട്ടിയാൽ നടത്തേണ്ട അഭിവാദ്യ പ്രത്യഭിവാദ്യങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞു വച്ചത്. അവസാനം സലാം പറയുന്നതിൻ്റെ മര്യാദകളും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവും അതിൻ്റെ പുണ്യവുമൊക്കെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സുപ്രധാനമായ 2 കാര്യങ്ങളെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന് അല്ലാഹുവിലുള്ള വിശ്വാസം, ഏകദൈവ വിശ്വാസം. മറ്റൊന്ന് പരലോക ജീവിതത്തിലുള്ള വിശ്വാസമാണ്. മനുഷ്യരെ തിന്മകളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ് എന്ന് അവനെ ബോധ്യപ്പെടുത്തുന്നതുമായ വിശ്വാസകാര്യങ്ങളിൽ അടിസ്ഥാനപരമായ 2 കാര്യങ്ങളാണിത്.
ഒരാൾക്ക് തൗഹീദില്ലെങ്കിൽ അയാളുടെ ദുനിയാവും പരാജയപ്പെടും, പരലോകവും പരാജയപ്പെടും. ഒരാൾക്ക് തൗഹീദ് ഉണ്ടാകുന്നത് ശരിക്ക് ഈ ജീവിതം അത് ക്ഷണികമാണെന്നും നൈമിഷികമാണെന്നും ഇതിന് ശേഷം മറ്റൊരു ജീവിതം വരാനുണ്ട് എന്നുമുള്ള വിശ്വാസം തൻ്റെ മനസ്സിൽ അങ്കുരിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഇതിന് രണ്ടിനെയും ചേർത്തിക്കൊണ്ട് ഖുർആൻ പലയിടങ്ങളിലായി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അള്ളാഹു പറയുന്നത് നോക്കൂ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനല്ലാതെ ഒരു ഇലാഹില്ല. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാണ്? ആരാധ്യൻ. ഇലാഹ് ആരാധ്യൻ. ഇലാഹ് റബ്ബ് എന്നൊക്കെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു റബ്ബാണ് എന്നവർ അംഗീകരിച്ചിരുന്നു, പക്ഷേ ഇലാഹാണ് എന്നവർ അംഗീകരിച്ചിരുന്നില്ല. തൗഹീദുൻ ഫിർ റുബൂബിയ്യ, രക്ഷാകർതൃത്വത്തിലുള്ള ഏകത്വത്തെക്കുറിച്ച് അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. മക്കയിലെ മുശ്രിക്കുകൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും ഒക്കെ എതിർത്തിരുന്ന ആളുകൾക്ക് അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാപ്പാൻ്റെ പേരെന്താ? റസൂലിൻ്റെ ബാപ്പാൻ്റെ പേരെന്താ? അബ്ദുള്ള എന്ന്, അള്ളാഹിൻ്റെ അടിമ എന്നാണ്. അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ട്. അതേപോലെ തന്നെ അബ്ദു മനാഫുണ്ട്, അബ്ദുൽ മുത്തലിബുണ്ട്, കുറേ അബ്ദുണ്ട്. അവരുടെയൊക്കെ കാരണം വേറെയും ഇലാഹുകളിൽ അവർ വിശ്വസിച്ചിരുന്നു. ലാത്തയുണ്ട്, ഉസ്സയുണ്ട്, മനാത്തയുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഇലാഹുകളുമുണ്ട്. അപ്പോൾ അള്ളാഹുവിനെ അവർ അംഗീകരിക്കുന്നു, അള്ളാഹുവിനെ റബ്ബായി മാത്രമേ അവർ അംഗീകരിച്ചിരുന്നുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് അവരോട് ചോദിച്ചാൽ ഖുർആൻ പലയിടങ്ങളിലും പറയുന്നുണ്ട്, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്നല്ലാഹ്. മക്കയിലെ ആ മുശ്രിക്കുകളോട് നബിയെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അവരെന്ത് പറയും? അള്ളാഹുവാണെന്ന് പറയും. അത് വേറെ ആർക്കും അവർ വിട്ടുകൊടുക്കില്ല. നിങ്ങൾക്ക് റിസ്ക് തരുന്ന റാസിഖ് ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവാണെന്ന് പറയും. മഴ പെയ്യിപ്പിക്കുന്നവൻ പഠിച്ചവനാണെന്ന് അവർ പറയും. നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്നവൻ റബ്ബ് ആരാണ്? അള്ളാഹുവാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ അള്ളാഹു തന്നെയാണ്. അള്ളാഹുവിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. കഅബയുടെ നാഥൻ ആരാണ് എന്ന് ചോദിച്ചാൽ അവരാരാ പറയാം? അള്ളാഹുവാണെന്നാണ് പറയുക. കഅബയുടെ നാഥൻ അള്ളാഹുവാണെന്നാണ്. അതുകൊണ്ടാണല്ലോ അബ്രഹത്ത് യമനിൽ നിന്ന് കഅബ പൊളിക്കാൻ വേണ്ടി ആനകൾ ഉൾപ്പെടെയുള്ള ഒരു സൈന്യവുമായി വന്നു. ആ സന്ദർഭത്തിൽ അന്ന് കഅബയുടെ പരിപാലനവും മക്കയുടെ നേതാവും അവിടുത്തെ ഏറ്റവും വലിയ അംഗീകാരമുള്ള വ്യക്തിയുമായിരുന്നു പ്രവാചകൻ്റെ പിതാമഹനായ അബ്ദുൽ മുത്തലിബ്. ഈ കഅബയെ പൊളിക്കാൻ വന്നിട്ട് അദ്ദേഹത്തിനൊരു കുലുക്കമില്ല. അബ്രഹത്തിന് വരെ അതിശയായി. എന്താ അവർക്ക് കഅബ പൊളിക്കാൻ വന്നിട്ട് മക്കക്കാരും മക്കയുടെ അവിടെയുള്ള പ്രമാണിമാരും പ്രമുഖന്മാരും നേതാക്കന്മാരൊന്നും എനിക്കെതിരെ നീങ്ങാൻ തയ്യാറാകാത്തത്? എന്നിട്ട് ഈ അബ്ദുൽ മുത്തലിബിൻ്റെ 100 കണക്കിന് ഒട്ടകങ്ങളെ അബ്രഹത്ത് പിടിച്ചു കെട്ടി. അപ്പോൾ ഇവിടെ ഒരു കുലുക്കുണ്ടായി. അപ്പോൾ അബ്ദുൽ മുത്തലിബ് നേരെ അബ്രഹത്തിൻ്റെ അരികിലേക്ക് ചെന്ന് പറഞ്ഞു, മര്യാദയ്ക്ക് ഒട്ടകങ്ങളെന്ന് വിട്ടു തന്നു. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആരാധനാലയമായ കഅബ പൊളിക്കാനാണ് ഞാനും സൈന്യവും ഇവിടെ വന്നിട്ടുള്ളത്. അതിലൊരു കുലുക്കമില്ലാതെ നിങ്ങളുടെ കേവലം കുറച്ച് ഒട്ടകങ്ങളെ പിടിച്ചിട്ട് അതിനെ ചോദ്യം ചെയ്യാനാണോ നിങ്ങൾ വന്നത് എന്ന് ചോദിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബ് നൽകിയൊരു മറുപടിയുണ്ട്. അത് അവരുടെ വിശ്വാസം ശരിക്ക് ബോധ്യപ്പെടുത്തുന്നതാണ്. അന റബ്ബുൽ ഇബിൽ എന്നാ പറയുന്നത്. ഈ ഒട്ടകങ്ങളുടെ ഉടമയാണ് ഞാൻ. വഇന്ന ലിഹാദൽ ബൈത്തി റബ്ബ ഫഹുവ യുഹ്മീഹി. ഈ ബൈത്തിന്, ഈ ആരാധനാലയത്തിന് ഒരു റബ്ബുണ്ട്, അവൻ അതിനെ സംരക്ഷിക്കും. ഇതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ആർക്കാണ്? എൻ്റെ ഒട്ടകങ്ങളുടെ സംരക്ഷണം ആർക്കാണ്? വിട്ടുകൊണ്ടാകുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ,
അപ്പോൾ റബ്ബിലും അള്ളാഹുവിലും അവർക്ക് വിശ്വാസമുണ്ട്. പിന്നെ എവിടെയാണ് വിശ്വാസം അല്ലാത്തത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്ക് തൗഹീദ് മനസ്സിലാക്കേണ്ട അവിടെ അള്ളാഹു മാത്രമാണ് ആരാധ്യൻ, ഇലാഹ് എന്ന കാര്യം അവർ അംഗീകരിച്ചിരുന്നില്ല. അവർക്ക് അള്ളാഹിൻ്റെ പുറമെ വേറെയും കുറേ ഇലാഹുകളുണ്ട്. അതിൽ പെട്ടാണെന്ത്? ലാത്ത, ഉസ്സ, മനാത്ത, ഹുബില്, അങ്ങനെ എണ്ണുകയാണെങ്കിൽ 360 എണ്ണുണ്ട്. അതൊക്കെ എവിടെയുള്ളത്? കഅബൻ്റെ ഉള്ളിലുണ്ട്. വിഗ്രഹങ്ങളായി, ബിംബങ്ങളായി, പ്രതിഷ്ഠകളായി, പ്രതിമകളായി ഒക്കെ അവിടെ അതിൻ്റെ ഉള്ളിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞത് എന്താണ്? ലാ ഇലാഹ. ആ കഅബൻ്റെ ഉള്ളിലുള്ള ഒന്നും എന്തല്ല? ഇലാഹല്ല. അതിനെ നിങ്ങൾ ആരാധിക്കണ്ട, അതിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണ്ട, അതിന് നിങ്ങൾ ബലി കൊടുക്കണ്ട. ഓരോരുത്തരും കഅബൻ്റെ ചുറ്റും ബലിക്കല്ലുകൾ ഉണ്ടായിരുന്നു. നുസുബ് എന്ന് പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ പറയുന്നുണ്ട്. വിശ്വാസികളെ സംബോധന ചെയ്തുകൊണ്ട് ബലിക്കല്ലുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി, ഈ ഇലാഹുകൾക്കൊക്കെ വേണ്ടി ബലിയർപ്പിച്ചിരുന്ന ബലിക്കല്ലുകൾ. അപ്പോൾ ബലിയർക്കേണ്ടത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി, നിങ്ങൾ നേർച്ചകൾ നേരേണ്ടത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി, നിങ്ങളുടെ വഴിപാടുകൾ അള്ളാഹുവിന് വേണ്ടി, നിങ്ങളുടെ വിളികളും പ്രാർത്ഥനകളും ആരാധനകളും ആർക്ക് വേണ്ടി? അള്ളാഹുവിന് വേണ്ടി. വേറെ ഒരു സ്ഥലങ്ങളിലേക്കും അത് പോകരുത്, വികേന്ദ്രീകരിക്കപ്പെടരുത്. ഇപ്പം ഈ ലാത്ത ആരാ? ലാത്തയെക്കുറിച്ച് പറയുന്നുണ്ട്. ഖാനല്ലാത്തുൽ റജുലുൻ സ്വാലിഹുൻ യലിത്തു സവീഖലിൽ ഹുജ്ജാജ്. ഹജ്ജിന് വരുന്ന, മക്കയിൽ ഹജ്ജിന് വരുന്ന ഹാജിമാർക്ക് നല്ല മധുരമുള്ള പായസം ഉണ്ടാക്കി സൗജന്യമായി വിതരണം ചെയ്തിരുന്ന ഒരു മഹൽ വ്യക്തി, നല്ല ഒരു ഉദാരമതിയായിരുന്നു. ആര്? ലാത്ത. സ്വാലിഹായ മനുഷ്യന്മാരാണതേ. അപ്പോൾ അവർ മരിച്ചു പോയാൽ പിന്നെ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി, അവരുടെ സ്മരണയ്ക്ക് വേണ്ടി മനുഷ്യന്മാർ പിന്നെന്ത് ചെയ്തു? അതിങ്ങനെ പതുക്കെ പതുക്കെ ആരാധനയിലേക്ക് വന്നു. അതിന് പിന്നെ രൂപമുണ്ടാക്കി, വിഗ്രഹം ഉണ്ടാക്കി. അങ്ങനെയാണ് വിഗ്രഹാരാധന ലോകത്തുണ്ടായത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയുന്നിടത്ത് അത് പറയുന്നില്ലേ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നാമത്തെ പ്രവാചകനാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ഏകദൈവ വിശ്വാസ പ്രബോധനത്തിൽ എല്ലാം തന്നെ നന്നായി തീർന്ന ഒരു സമൂഹത്തിലേക്ക് പതുക്കെ പതുക്കെ എങ്ങനെയാണ് ബഹുദൈവാരാധന കടന്നു വന്നത്? നൂഹ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹു നിയോഗിക്കാനുള്ള കാരണം തന്നെ വഖാലു ലാ തദറുന്ന ആലിഹത്തക്കും വലാ തദറുന്ന വദ്ദം വലാ സുവാഅം വലാ യഗൂസ വയഊഖ വനസ്ര. ഖുർആൻ എണ്ണി പറഞ്ഞ ഈ ഇലാഹുകൾ ആരാണെന്നോ തഫ്സീറിൽ പറയുന്നുണ്ട്. അസ്മാഉ റിജാലിൻ സ്വാലിഹീൻ. അവരുടെ മുൻ തലമുറയിൽ ജീവിച്ച സദ്വൃത്തരായ നല്ല മനുഷ്യന്മാർ. ഇപ്പൊ മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ആരാ? സാധാരണക്കാരനാണോ? അല്ല, സ്വാലിഹായ ഒരു മനുഷ്യനാണ്. സ്വാത്വികനായ, ദീനിന് വേണ്ടി ഒരുപാട് സേവനം ചെയ്ത മനുഷ്യനാണ്. തൗഹീദിന് വേണ്ടി ജനങ്ങളെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ ചെലവഴിച്ച വ്യക്തിയാണ്. അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളിൽ നിന്നത് മനസ്സിലാക്കാൻ കഴിയും. ആരാണ്? മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി. പിൽക്കാലത്ത് ഇപ്പം മൊയ്തീൻ ഷെയ്ഖ് ആരാ? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. ആരുടെ പേരിലാണ് നേർച്ച ആണ്ട് നടത്തുന്നത്? ആരെയാ വിളിച്ചതിടുന്നത്? ബദരീങ്ങൾ ആരാണ്? കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി സ്വന്തം ജീവനും ജീവിതവും ബലിദാനം ചെയ്യാൻ തയ്യാറായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ പടപൊരുതാൻ വന്ന ആളുകളാണ് ബദരീങ്ങൾ. ശുഹദാക്കളായി, അവർ രക്തസാക്ഷികളായി ദീനിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ മാറ്റിവെച്ചു. അവർ പുണ്യങ്ങൾ ചെയ്തു. അവർ സ്വർഗത്തിന് ഉടമകളായി, അർഹരായി തീർന്നു. പിൽക്കാലത്ത് ബദരീങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത്? ബദരീങ്ങൾ ചെയ്ത പണിയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ബദരീങ്ങളോട് എന്ത് ചെയ്യുന്നു? മമ്പുറം തങ്ങളാരാ? ഈ മമ്പുറം തങ്ങളുടെ ചരിത്രം പഠിക്കണം നമ്മൾ. മമ്പുറം തങ്ങൾ നമ്മൾ സാധാരണ വിളിക്കുന്ന ആൾക്കാരാതാ? മമ്പുറത്തെ തങ്ങളെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ, യാ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. സുബ്ഹാനല്ലാഹ്.
ഇത് ശരിയാകാതെ വേറൊന്നും ശരിയാവില്ല. ഇത് വിശുദ്ധമാകാതെ നമ്മുടെ കർമ്മങ്ങൾ പോലും എന്ത് ചെയ്യൂല, പഠിച്ചോൻ സ്വീകരിക്കുക. അതാണ് നമ്മൾ പറയേണ്ടത്. ഖുർആൻ അതുകൊണ്ടാണ് ഖുർആനിൻ്റെ 1/3 പറയുന്നത് എന്താ? ഖുർആനിൻ്റെ അധ്യാപനങ്ങളെ 3ആയി പകുത്താൽ ഒരു ഭാഗം മുഴുവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ഏകദൈവ വിശ്വാസത്തിൻ്റെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും ആണ് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. രണ്ടാമത്തേതോ മരണാനന്തര ജീവിതം, അതിനെക്കുറിച്ചാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ബാക്കി കാര്യങ്ങൾ 3-ൽ 1 ഭാഗത്താണ് മറ്റെല്ലാ കാര്യങ്ങളും ഖുർആൻ പ്രതിപാദിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന് വേണ്ട നിയമങ്ങൾ, മറ്റു കാര്യങ്ങൾ, ശാസ്ത്രീയ കാര്യങ്ങൾ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ്, അതിൻ്റെ വൈഭവങ്ങളൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന ഈ വിശ്വാസം, ഇലാഹും റബ്ബും എന്തുണ്ട്, അവിടെ വിശ്വാസത്തിൽ വ്യത്യാസങ്ങൾ വരുത്തിയിരുന്നു എന്നതാണ്. അപ്പോൾ ഹജ്ജിൻ്റെ കാലമാണല്ലോ അല്ലേ? ഹജ്ജിന് പോണില്ല എല്ലാവരും. നമ്മൾ ഹജ്ജിന് ഇഹ്റാമിലാണ് പ്രവേശിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ആരെങ്കിലും ഹജ്ജിന് പോരുന്നവരുണ്ടോ? അല്ല, നിങ്ങൾ പോകുന്നുണ്ടോ? എന്നാ പോകുന്നത്? ലാസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ഇതിലാണ് പോകുന്നത് നിങ്ങൾ? ഓക്കെ. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഹജ്ജിനാണെങ്കിലും ഉംറക്കാണെങ്കിലും ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചൊല്ലി തുടങ്ങണം? തൽബിയത്ത് ചൊല്ലി തുടങ്ങണം. തൽബിയത്ത് എന്താ? അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങളിതാ വരുന്നു എന്നാണ്. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, അള്ളാഹുവേ നിൻ്റെ വിളിക്ക് ഞങ്ങളിതാ ഉത്തരം നൽകിയിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, നിനക്കൊരു പങ്കുകാരനുമില്ല റബ്ബേ, നീ മാത്രം മതി. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു എന്ന് ഖുർആൻ ചോദിക്കുന്നില്ലേ? അള്ളാഹുവിൻ്റെ അടിമക്ക് അള്ളാഹു പോരെ? ആർക്കെങ്കിലും പറയാൻ കഴിയോ അള്ളാഹുവേ നീ മാത്രം പോരെ ഞങ്ങൾക്ക്? അള്ളാഹു അല്ലാതെ മറ്റാരാണ് നമ്മളെ രക്ഷിക്കാനുള്ളത് എന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ ചോദിക്കുന്നത്. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, നിനക്ക് ഞാൻ യാതൊരു പങ്കുകാരനുമില്ല. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്, സ്തുതിയും അനുഗ്രഹവും സർവ ആധിപത്യവും നിനക്കാകുന്നു. ലാ ശരീക ലക, നിനക്ക് യാതൊരു പങ്കുമില്ല. ശരിക്കും ഈ തൗഹീദിൻ്റെ ആവർത്തിച്ചിട്ടുള്ള പ്രഖ്യാപനമാണ് തൽബിയത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് വിശ്വാസികളായ മുസ്ലിങ്ങളായ നമ്മൾ ചൊല്ലുന്ന തൽബിയത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് മക്കയിലുള്ള മുശ്രിക്കുകളും ഹജ്ജ് ചെയ്തിരുന്നു. അവർ ഹജ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതെ. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അവസാനമാണ് ഹജ്ജ് ചെയ്തത്. പ്രവാചകൻ ഹജ്ജ് ചെയ്തതിന് ശേഷം മാസങ്ങൾ മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടുള്ളൂ. ഹജ്ജത്തുൽ വദാ എന്ന് പറയുന്നത് അതാണ്. അതിൻ്റെ തലേ ദിവസം വർഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇമാറത്തിൽ ഹജ്ജ് ചെയ്തു. മുസ്ലിങ്ങളെല്ലാം റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറഞ്ഞയച്ചു. അന്ന് മുശ്രിക്കുകളൊക്കെ ഹജ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത വർഷം ഇനി ആരും ഇങ്ങോട്ട് ഹറമിലേക്ക് വരണ്ട എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായി. സൂറ തൗബ, ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി എന്നൊക്കെയുള്ള പ്രഖ്യാപനം ഉണ്ടായി. പിന്നെയാണ് ആര് ചെയ്യുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി ഹജ്ജ് ചെയ്യുന്നത്. മക്കയിലെ മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്യുമ്പോഴും തൽബിയത്ത് ചൊല്ലിയിരുന്നേ. അവർക്കും ഈ തൽബിയത്തുണ്ട്. അവർ തൽബിയത്ത് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെന്താണ്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്. മാറ്റണ്ടോ? ഇല്ല. നമ്മൾ ചൊല്ലി അതേ തൽബിയത്താണ് മക്കയിലെ മുശ്രിക്കുകളും ചെയ്തത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്. പിന്നെ പറയും നോക്കൂ, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, പഠിച്ചോനെ നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല റബ്ബേ, ഉണ്ടെങ്കിൽ തന്നെ ഇല്ലാ ശരീക്കൻ, ഒരു പങ്കുകാരനൊഴികെ. കാരണം എന്താണോ, ഓരോരുത്തരും ഓരോ ദൈവത്തിൻ്റെ പിന്നാലെ പോവുക. ചില ആൾക്കാർക്ക് ലാത്തി ആയിരിക്കും, വേറെ കുറേ ആൾക്കാർക്ക് ഉസ്സ ആയിരിക്കും, വേറെ കുറേ ആൾക്കാർക്ക്
മനാത്തായിരിക്കും, വേറെ കുറേ ആൾക്കാർക്ക് ഹുബിലായിരിക്കും, വേറെ കുറേ സംഗതികളായിരിക്കും. ഈ ബഹുദൈവ വിശ്വാസികൾ ശിർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കാരണം ഒന്ന് മാത്രമല്ല ഉണ്ടാകുക. ഒന്നും വന്നൊരു പിടുത്തം വിട്ടാൽ പിന്നെ ഇമ്മല പിടിക്കേണ്ടതെന്ന് അറിയില്ല, ആരെയെ വിളിച്ച് തേടേണ്ടതെന്ന് അറിയില്ല. അള്ളാനെ വിളിച്ച് തേടുന്നവർക്ക് അള്ളാനെ മാത്രം വിളിച്ചാൽ പോരെ, അള്ളാഹുൽ തവക്കുലാക്കുന്നവർക്ക് അള്ളാനെ മാത്രം തവക്കുലാക്കിയാൽ പോരെ. ഇതാരെ പിടിച്ചാലും റബ്ബേ രക്ഷ ഉണ്ടാകുക? മമ്പർത്ത തങ്ങളോ ബദരീങ്ങളോ? എവിടെയാ പോകേണ്ടത്? മെഹ്ദീൻ ഷെയ്ഖോ റിഫായി തങ്ങളോ? ഒരു അതിൽ തന്നെ ബേജാറാകും. എന്നിട്ട് അവർ ചൊല്ലുന്ന തൽബിയത്ത് നോക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. ഇല്ലാ ശരീകൻ ഹുവ ലക്, ഒരു പങ്കുകാരനൊഴികെ എന്ന് പറഞ്ഞാൽ നിനക്ക് പുറമെ വേറൊരു ശരീക്കും കൂടി ഞങ്ങൾക്ക് വേണം. എന്തിനാണ് ആ ശരീക്ക്? അതുകൊണ്ടാണ് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ അവർ ആദ്യമായി പറഞ്ഞ മറുപടി എന്താണെന്നോ? അജ്അലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഈ ഇലാഹുകളെല്ലാം കൂടി നീ ഒരു ഇലാഹാക്കുകയാണോ മുഹമ്മദേ എന്ന് അവർ ചോദിക്കുന്നത്. കഅബന്റെ ഉള്ളിൽ എത്ര എണ്ണുണ്ട്? നമ്മൾ പറഞ്ഞു എത്ര എണ്ണം? ഈ 360 വിട്ടു ഒന്ന് മതി എന്നാ നീ പറയുന്നത്, അള്ളാഹ് മാത്രം മതി എന്നാ നീ പറയുന്നത്. അതായിരുന്നു അവർക്കുണ്ടായിരുന്ന പ്രശ്നം. അജ്അലൽ ആലിഹത ഇലാഹൻ വാഹിദ. ഇത് അതിശയകരമായ അത്ഭുതകരമായ ഒരു കാര്യമാണ്. പിന്നെ അവർ പറഞ്ഞിരുന്ന ന്യായം എന്തായിരുന്നു? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം നമ്മൾ. മാ നഅ്ബുദുഹും, ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല. ഞങ്ങൾ ആരാധിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹ്. ഈ ഇലാഹുകളൊക്കെ ഞങ്ങളെ ആരിലേക്ക് അടുപ്പിക്കണം? അള്ളാഹുവിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണം. ഉമ്മർത്ത തങ്ങൾ മുഖേന, ബദരീങ്ങൾ മുഖേന, മെഹ്ദീൻ ഷെയ്ഖ് മുഖേന, റിഫായി തങ്ങൾ മുഖേന ഞങ്ങൾ ആരിൻ്റെ അടുത്തേക്ക് എത്തണം? അള്ളാഹിൻ്റെ അടുത്തേക്ക് എത്തണം. അപ്പോൾ വേറൊരു കുറച്ച് ആൾക്കാർ അള്ളാഹിൻ്റെ അടുത്തേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഉണ്ടാകണം എന്നാണ് ഈ സാധുക്കളുടെ വിചാരം. ലാത്തിയും മുസ്ലിം മനാത്തിയൊക്കെ ആ പണിയാണ് ചെയ്യുന്നതെന്ന് അവർ വിചാരിച്ചിരുന്നത്. മൂന്നാമത്തേത് ഹൗലാഇ ശുഫഅഉനാ ഇൻദല്ലാഹ്. ഇവരാരാണ്? ഈ 360 അതിൽ കൂടുതലുണ്ടാകും. അള്ളാഹുവിൻ്റെ അരികിൽ ഞങ്ങൾക്ക് ശുപാർശ പറയുന്ന ശുപാർശക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ അവരെ കൈയൊഴിക്കൂല. നീ എല്ലാ ഇലാഹുകളെയും കൂട്ടി ഒരൊറ്റ ഇലാഹാക്കണമെന്ന ചോദ്യം. അജഅലൽ ആലിഹത ഇലാഹ. അതാണ് അവരുടെ തൽബിയത്തിൽ കടന്നുകൂടിയത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ക്ലിയർ ആണ്, ലബ്ബൈക ലാ ശരീക ലക ക്ലിയർ ആണ്. അടുത്തതാണ് അപകടം. ഇല്ലാ ശരീകൻ ഹുവ ലക്, ഒരു പങ്കുകാരൻ ഒഴികെ. ആ പങ്കുകാരനും ഹുവ ലക്, നിനക്കുള്ളതാണ് റബ്ബേ, നിനക്ക് വേണ്ടിയാണ് ആ പങ്കുകാരൻ. തംലികുഹു വമാ മലക്, ആ പങ്കുകാരനെ ഉടമപ്പെടുത്തുന്നതും നീയാണ്, നിന്റെ കീഴിലുള്ള പങ്കുകാരനാണ്. അവർക്കുള്ള കഴിവ് മുഴുവൻ നീ കൊടുക്കുന്ന കഴിവാണ്. മക്കയിലെ മുശ്രിക്കുകളാണ് പറയുന്നത് തൽബിയത്തിൽ. ഇപ്പോഴുള്ള ആൾക്കാരെന്താ പറയുന്നത്? മെഹ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാഹ് കൊടുത്ത കഴിവിൽ നിന്നാണ് നമ്മൾ ചോദിക്കുന്നതെന്നല്ലേ? അമ്പർത്ത തങ്ങൾക്ക് അള്ളാഹ് കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കണേന് എന്താ, നിങ്ങൾക്ക് എന്താന്നാ ചോദിക്കണേ? ഇതേ വിശ്വാസം തന്നെയാണ് മക്കയിലെ മുശ്രിക്കുകൾ തൽബിയത്തിൽ പറയുന്നത്. അതിന്റെ ഗൗരവങ്ങൾ ആലോചിച്ച് നോക്കൂ. ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹു. ഇപ്പോൾ ആയത്തുൽ കുർസി ഇല്ല, ആയത്തുൽ കുർസി നമ്മളെല്ലാ ദിവസവും മറക്കാതെ ചെല്ലുന്നുണ്ട് അല്ലേ? കിടന്നുറങ്ങാൻ നേരത്തെ അവസാന ഒരു ദിവസം അവസാനിക്കുമ്പോഴും എന്ത് ചൊല്ലണം? ആയത്തുൽ കുർസി ഓതണം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ അൽ ഹയ്യ്, അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അൽ ഖയ്യൂം, ഖയ്യൂം എന്താണ്? അവനാകുന്നു എല്ലാറ്റിൻ്റെയും നിയന്താവ്. ഈ ലോകം നിയന്ത്രിക്കുന്നവൻ ആരാണ്? അള്ളാഹ്. മടവൂരാണോ? പോസ്റ്റർ കണ്ടിട്ടില്ലെങ്കിൽ ആരാ ലോകത്തിനെ കൺട്രോൾ ചെയ്യുന്ന ആളെന്ന്? അവിടേക്കാണ് മനുഷ്യൻ പോണത്.
എത്ര അപകടകരമായ വിശ്വാസമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. ഒരു മയക്കമോ ഗാഢനിദ്രയോ ആരെ ബാധിക്കൂല? അള്ളാഹുവിനെ ബാധിക്കൂല. നമ്മൾ ഉറങ്ങാൻ കിടക്കുക, അപ്പോഴത് ചെല്ലണത്. ഉറങ്ങിപ്പോണ നമ്മളെ കാര്യം ആരെ ഏൽപ്പിക്കണത്? ഒരു മയക്കം പോലും ബാധിക്കാത്ത, ഒന്ന് ഗാഢമായി ഉറങ്ങാത്ത അള്ളാഹുവിനെ. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശഭൂമികളിൽ ഉള്ളതിൻ്റെ മുഴുവൻ ഉടമ ആരാണ്? അള്ളാഹുവാണ്. നമ്മളൊക്കെ അവൻ്റെ അടിമകളാണ്. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. അള്ളാഹിൻ്റെ പെർമിഷൻ ഇല്ലാതെ അവൻ്റെ അരികിൽ ആരെങ്കിലും ശുപാർശക്ക് ചെല്ലുമോ? ശുപാർശ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ആരുടെ പെർമിഷൻ വേണം? അള്ളാഹുടെ പെർമിഷൻ കൊടുക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞ അശ്ശഫാഅത്തുൽ കുബ്രയെ കുറിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇമാം ബുഖാരി, മുസ്ലിം റഹിമഹുള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഈ ഉമ്മത്തിന് വേണ്ടി ആര് ശുപാർശ ചെയ്യും? അള്ളാഹുവിൻ്റെ റസൂല് ശുപാർശ ചെയ്യും. അതിന് ആര് പെർമിഷൻ കൊടുക്കണം? അള്ളാഹു സുബ്ഹാനഹു വ തആല പെർമിഷൻ കൊടുക്കും. ആർക്കൊക്കെ ശുപാർശ ചെയ്യണം എന്നത് ആരാ തീരുമാനിക്കുക? അള്ളാഹു തീരുമാനിക്കുന്ന. മാശറയിലെ ഒരുമിച്ച് കൂട്ടിയ ഇന്നിന്ന ഓരോ അടിമകളെ ഇന്നിന്ന ആളുകൾക്ക് നീ ശുപാർശ ചെയ്തോ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ റസൂലിന് ആ വിചാരണ നാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു ഉന്നതമായ പദവിയാണ് ശുപാർശക്കുള്ള അധികാരം എന്നുള്ളത്. നമ്മൾ ബാങ്ക് കൊടുത്തതിന് ശേഷം ചൊല്ലുന്ന ദുആ എന്താ? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ. പരിപൂർണമായ ഈ ക്ഷണം അതിൻ്റെ ഉടമയായ റബ്ബേ എന്നാണ് പറയുന്നത്. ബാങ്ക് കൊടുക്കുമ്പോൾ ആരെ വിളിക്കണേ? നമ്മളെ അത് കുഞ്ഞേരിങ്കാക്ക വിളിക്കുകയാണ്, മൂപ്പരെ ബാങ്ക് കൊടുക്കണത്. അള്ളാഹുവിൻ്റെ വിളി എന്നാ പറയുന്നത്. അള്ളാഹെ നമ്മൾ ക്ഷണിക്കുന്നത് ഡയറക്ഷനാണത് നിസ്കാരത്തിൽ. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവ അത്താമ്മ. പരിപൂർണമായ ക്ഷണാണ്. ആ ക്ഷണത്തിന് ഒരു കുറ്റവും കുറവുമില്ല. വസ്സലാത്തിൽ ഖായിമ, നിർവഹിക്കാനിരിക്കുന്ന പ്രാർത്ഥനയുടെയും റബ്ബേ. എന്നിട്ട് പിന്നെ ആർക്കാണ്? ആത്തി മുഹമ്മദിൻ, മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം നീ നൽകണമേ അൽ വസീല വൽ ഫദീല. പരലോകത്ത് പ്രവാചകന് കിട്ടുന്ന ഉന്നതമായ സ്ഥാനം, മഹോന്നതമായ പദവി. വബഅസ്ഹു മഖാമൻ മഹ്മൂദൻ. സ്തുത്യർഹമായ ഒരു പദവിയിൽ അദ്ദേഹത്തെ നീ നിയോഗിക്കണമേ. അല്ലദീ വഅത്ത, അത് നീ കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തതാണ്. കൊടുക്കണേ റബ്ബേ എന്നാണ് ആ സന്ദർഭത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് വിഷയത്തിൽ നിന്നാണ് ഞാൻ അങ്ങനെ വന്നത്? എന്ത് പറഞ്ഞുകൊണ്ടാ? ശുപാർശ അല്ലേ, ഷഫാഅത്ത്. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ആര് ഷഫാഅത്ത് നൽകണം? ഷഫാഅത്തിന് പെർമിഷൻ നൽകണം അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇനി ഷഫാഅത്തിന് അർഹരാകുന്ന പറഞ്ഞ വിഭാഗം ഉണ്ടല്ലോ, ഷഫാഅത്തിന് ക്വാളിഫൈഡ് ആയിട്ട് മാറുന്ന വിഭാഗം ആരാണ്? അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിൻ്റെ എല്ലാ അമ്പിയാക്കൾക്കും ചോദിച്ച ഉടനെ ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനക്കുള്ള അവകാശം നൽകിയിട്ടുണ്ട്. എന്ത് ചോദിച്ചാലും ഉടനെ എന്ത് ചെയ്യും? ഉത്തരം കിട്ടും. വരം കൊടുക്കുക എന്നൊക്കെ പണ്ട് ഇതിൽ ഐതിഹ്യങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? വരം എന്താണോ ആവശ്യം അത് പറഞ്ഞാൽ എന്ത് ചെയ്യും? അത് നേടിയെടുക്കാൻ കഴിയും. ഇത് അള്ളാഹിൻ്റെ അമ്പിയാക്കൾക്ക് എല്ലാവർക്കും കൊടുത്തു. റസൂൽ പറയാണ്, ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ. എല്ലാ നബിമാർക്കും ഉത്തരം നൽകപ്പെടുന്ന ഒരു പ്രാർത്ഥന കിട്ടിയിട്ടുണ്ട്, അള്ളാഹു നൽകിയിട്ടുണ്ട്. എല്ലാ അമ്പിയാക്കളും എന്ത് ചെയ്തു? ദുനിയാവിൽ നിന്ന് തന്നെ അവരവരുടെ പ്രത്യേക ആവശ്യം ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? ദ്വാരന്ന് പ്രാർത്ഥിച്ചു. പഠിച്ചോൻ ഉടൻ എന്ത് ചെയ്തു? ഉത്തരം നൽകി. അവരൊക്കെ ദുനിയാവിൽ നിന്ന് തന്നെ അവർ നേടി. റസൂല് പറയാ, ഞാൻ ആ പ്രാർത്ഥന എന്ത് ചെയ്തിട്ടില്ല? ഉപയോഗിച്ചിട്ടില്ല. എനിക്കൊരു ചാൻസ് ബാക്കിയുണ്ട്. ചോദിച്ച ഉടനെ കിട്ടും. റസൂല് നോക്കൂ, കാരുണ്യവാനായ പ്രവാചകന്റെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. അന്ത്യദിനത്തിൽ എൻ്റെ ഉമ്മത്തിന് ശുപാർശ ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി
അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയ ആ ചാൻസിനെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്, ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയാണ്. ദുനിയാവെന്ന് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എങ്ങോട്ട് നീട്ടിവെച്ചു? പരലോകത്തിൻ്റെ ഉമ്മത്തിന് വേണ്ടി അവർക്ക് ശുപാർശ ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് റസൂൽ പറയുന്നത് എന്താണോ? ഫഹിയ നായിലത്തുൻ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എൻ്റെ ഈ പ്രാർത്ഥനയുടെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും എൻ്റെ ഉമ്മത്തിലെ ആളുകൾക്ക്. ആർക്കെന്നോ? ലിമൻ മാത മിൻ ഉമ്മത്തി ലാ യുശ്രികു ബില്ലാഹി ശൈആ, എൻ്റെ ഉമ്മത്തിൽ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ മരിച്ചുപോയ ആളുകൾക്കായിരിക്കും എന്ത്? ശഫാഅത്ത്. സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരെ ആലോചിച്ച് നോക്കൂ, ശഫാഅത്ത് ആർക്കാ കിട്ടുക? ആർക്ക് കിട്ടും? ശിർക്ക് ചെയ്യാത്തവർക്ക്, യഥാർത്ഥ മുവഹിദുകൾക്ക്. ഇവർ പറയുന്നതോ ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്, അള്ളാഹിൻ്റെ അരികിൽ ഇവരൊക്കെ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യും. അമ്പർത്തങ്ങൾ, ബദരീങ്ങൾ, ജയിലാനി, സി എം മടവൂര്, ഇതൊക്കെ ഔലിയുണ്ടാവും. അതൊക്കെ എത്ര ഔലിയാക്കന്മാരാണ് ഇവിടെ നിലനിൽക്കുന്നതും മരിച്ചു പോകുന്നതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിൽ നിന്നാണ് അവർ എന്ത് ചെയ്യുന്നത്? പിടുത്തം വിട്ട് പോരുന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. ശരിക്കും ഖുർആനിൻ്റെ ഓരോ ആയത്തുകളും നമുക്ക് ആരെ പഠിപ്പിച്ച് പരിചയപ്പെടുത്തി തരികയാണ്? അള്ളാഹു ആരാണ്, അള്ളാഹു ആരാണ്. അതുകൊണ്ടാണ് ആയത്ത് എന്ന് അതിന് പറയുന്നത്. ആയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ദൃഷ്ടാന്തമാണ്, തെളിവാണ്. നമ്മുടെ സ്രഷ്ടാവായ, ജഗന്നിയന്താവായ, പ്രപഞ്ചപരിപാലകനായ, പരമകാരുണികനായ, അളവറ്റ ദയാപരനായ അള്ളാഹു ആരാണ് എന്ന് നിങ്ങൾ അറിയുക മനുഷ്യന്മാരെ. നമ്മളിനി അറിഞ്ഞിട്ടില്ല, നമുക്കിനിയും പഠിക്കാനല്ലേ അള്ളാഹ് ആരാണെന്നല്ലേ, അല്ലേ? അള്ളാഹുവിന് എത്ര പേരുണ്ട്? 99 പേരുണ്ട്. 99 പേരിൻ്റെ ആശയം എന്താണ് നമ്മൾ ഗ്രഹിച്ചിട്ടുണ്ടോ മുഴുവനായിട്ട്? കുറച്ചൊക്കെ ഇങ്ങനെ അറിയാം. റഹ്മാനും റഹീമും ഒക്കെ എന്താണെന്ന് അറിയാം. ഗഫൂർ എന്താണ് അറിയാം, നമുക്ക് ആവശ്യമുള്ള സംഗതിയാണ്, അല്ലേ? തവ്വാബ് എന്താണെന്ന് നമുക്കറിയാം. കാരണം എന്താ? നമ്മളെ തൗബ പഠിച്ചവൻ സ്വീകരിക്കേണ്ടതാണ്. എത്ര കണ്ട് അള്ളാഹുവിനെ നമ്മൾ അറിയുന്നുവോ അത്ര കണ്ട് നമ്മൾ ആരിലേക്ക് അടുക്കും? അള്ളാഹുവിലേക്ക് അടുക്കും. അത്ര സ്നേഹം പഠിച്ചവൻ നമ്മളുണ്ടാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സമയം നമ്മൾ ചെലവഴിക്കേണ്ടത് ആരറിയാനാണ്? ആരെക്കുറിച്ച് പഠിക്കാനാണ്? ശരിക്കും ആരെക്കുറിച്ചാണ് പഠിക്കേണ്ടി? കഴിഞ്ഞും അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം. പഠിച്ച് കഴിഞ്ഞിട്ടില്ല, നമ്മളെ തീർന്നിട്ടില്ല. അള്ളാഹു നമ്മുടെ കയ്യിൽ, അല്ലേ? ഇതെന്താ വായിക്കുക? ഇത് അറബിയിൽ എന്താ വായിക്കുക? നമ്മുടെ കയ്യിൽ നോക്കി, ഇതെന്താ വായിച്ചോളി. കൈ എന്നാ പറയാ. ഇതെന്താ വായിക്കുക അറബിയിൽ? യദു എന്നാ വായിക്കുക. ഇത് അള്ളാഹു എന്നാണ്. നോക്കൂ, അലിഫ്, ചെറിയ പേരിലേതാണ് അലിഫ്. പിന്നെ ലാമ്, പിന്നെന്താണ്? രാമ്. ആ തള്ളവരിൽ ചെറുതാക്കി ഹാ നോക്കി നിങ്ങൾ, അല്ലേ? ഇതെന്താണ്? അള്ളാഹു. അള്ളാഹുവിൻ്റെ നേരെയാണ് 2 കൈകളും ചേർത്ത് നമ്മളെന്ത് വെക്കുന്നത്. എത്ര പേരുണ്ട്? 99 പേരുണ്ട്. നോക്കൂ, 8 1 81. ഒരു വര അറബിയിൽ ഇതെത്രയാണ്? 18. 81 18 എത്രയായി? 90. ഇതൊന്നും വേണമെന്നില്ല. നീ എൻ്റെ 18 തെളിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അള്ളാഹ് തെളിഞ്ഞിട്ടില്ല എന്ന് പറയണ്ടായിരുന്നു. ശരിക്കും നമ്മുടെ എല്ലായിടങ്ങളിലും എന്ന പോലെ നമ്മുടെ കൂടെ ആരുണ്ട്? അള്ളാഹുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും പഠിക്കേണ്ടത് അള്ളാഹിൻ്റെ ഓരോ പേരും ആരാണ് എന്നുള്ളത്. സൂറ ഹശറിൽ കുറച്ച് പേരുകൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അല്ലേ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ഹയ്യുൽ അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാം. അസ്സലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, അല്ലേ? അസ്സലാമുൽ മുഅ്മിൻ അൽ മുഹൈമിൻ അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. സുബ്ഹാനല്ലാഹി. ആ പറഞ്ഞത് തന്നെ ശരിക്കും നമുക്ക് അതിൻ്റെ ആശയങ്ങളൊന്ന് പഠിക്കുകയാണെങ്കിൽ ശരിക്കും അതിങ്ങനെ കുറേശ്ശെ ആയിട്ട് നമ്മൾ പഠിക്കണം.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഏതായാലും തൗഹീദിൻ്റെ കാര്യം പറഞ്ഞാൽ തീരാത്തതാണ്. അത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ നമ്മളെ മനസ്സിൽ നിന്ന് പോകാതിരിക്കാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് റുബൂബിയത്തും ഉലൂഹിയത്തും രണ്ടും തൗഹീദിൻ്റെ രണ്ട് ഘടകങ്ങളാണ്. പിന്നൊന്നാണ് ഈ തൗഹീദും ഫിൽ അസ്മാഇ വൽ ഹുസ്ന എന്ന് പറയുന്നത്. അള്ളാഹിൻ്റെ അസ്മാഉൽ ഹുസ്ന ഉണ്ടല്ലോ, അത് ഈ സ്വഭാവ വിശേഷങ്ങൾ ആർക്കല്ലാതെ ഇല്ല, അള്ളാഹ്ക്കല്ലാതെ വേറെ ആർക്കും ഇല്ല. അള്ളാഹു സമീഅാണ്, കേൾക്കുന്നവനല്ലേ. അസ്സമീഅ്, നമ്മളും കേൾക്കുന്നില്ലേ? നമ്മളെ കേൾവി അള്ളാഹിൻ്റെ കേൾവി ഒരേ മാതിരിയാണോ? നമ്മുടെ കാഴ്ച അള്ളാഹിൻ്റെ കാഴ്ച ഒരേ മാതിരിയാണോ? നമ്മുടെ അറിവ് അള്ളാഹിൻ്റെ അറിവ് ഒരേ മാതിരിയാണോ? അല്ലല്ലോ. അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണതൊക്കെ. നമ്മൾക്ക് റഹ്മത്തുണ്ട് മനസ്സിൽ. അള്ളാഹ് റഹീമാണ് അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മാനുമാണ്. ഇങ്ങോട്ട് എന്ത് ഉപദ്രവം ചെയ്താലും അവർക്ക് നല്ലോണം കൊടുക്കും. അതാണ് ആര്? റഹ്മാൻ. റഹീം എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം വഴിപ്പെട്ട് അനുസരിച്ച് ജീവിക്കുന്നവർക്ക് നല്ലോണം കൊടുക്കുന്നവനാണ് ആര്? റഹീം. മനുഷ്യന്മാരുടെ സ്വഭാവം അങ്ങനെയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ സ്വഭാവ വിശേഷണങ്ങളിലൂടെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഇനി ഒരുപാട് പഠിക്കാനുണ്ട്. എന്താ അവിടെ പറഞ്ഞു തന്നെ പറയാം എന്നതല്ല. നമ്മൾ ഓരോ സംഗതികളും ഖുർആനിൻ്റെ ഓരോ ആയത്തുകളിലൂടെയും എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ക്ലാസ്സിൽ നിന്ന് കേൾക്കുന്ന ഒരു കാര്യങ്ങൾ ഈ കേട്ടതിൽ മാത്രം പരിമിതപ്പെടുത്തരുത്. ഈ ആയത്തിനെ വീണ്ടും നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ചിന്തിക്കണം, തദബ്ബുർ നടത്തണം എന്ന് പറഞ്ഞാൽ അതാണ് ഖുർആൻ്റെ. ഇതിനു മുമ്പ് ഖുർആനെ പറ്റി നമ്മൾ ആയത്ത് പഠിച്ചില്ലേ കഴിഞ്ഞ ആഴ്ച അല്ലേ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. ഖുർആൻ ചോദിക്കുന്നുണ്ട്, വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ എന്ന സൂറത്തുൻ നിസായിൽ പിടിച്ച്. മറ്റൊന്നുണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവരുടെ ഹൃദയങ്ങൾക്ക് താഴിട്ട് പൂട്ടിയിട്ടുണ്ടോ എന്നാണ്. ഹൃദയങ്ങൾ പൂട്ടാൻ പാടില്ല. വിശ്വാസികളുടെ ഹൃദയങ്ങൾ ചിന്തകൾക്ക്, ആലോചനകൾക്ക്, തദബ്ബുറിന് വേണ്ടി അതിൻ്റെ കവാടങ്ങൾ മലർക്കെ തുറന്നിടണം. ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം ഖുർആനിലൂടെ. ഖുർആൻ പാരായണം ചെയ്ത് ആശയങ്ങൾ മനസ്സിലാക്കി ചിന്തിച്ചിരിക്കുന്നത് ഒരു ഇബാദത്താണ്. അതാ നമുക്ക് പ്രതിഫലം നൽകുന്ന ഒരു കാര്യം കൂടിയാകുന്നു. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല, അവനല്ലാതെ ഒരു ഇലാഹില്ല. ഇനി അല്ലാഹു നോക്കൂ, ഇലാഹുൻ എന്ന് പറഞ്ഞാൽ ആരാധ്യൻ. ഇലാഹുൻ ആരാധ്യൻ. ഇലാഹുൻ എന്ന പദത്തിന് ബഹുവചനമുണ്ട്. ഇലാഹാരാണ്? ആരാധ്യൻ. ഇലാഹിന്റെ ബഹുവചനം എന്താ? ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആലിഹത്ത്. ഇലാഹ് ആലിഹത്ത്. അത് അവരെന്നെ ചോദിച്ചാണ്, അജഅലൽ ആലിഹത്ത ഇലാഹൻ വാഹിദ. എല്ലാ ആരാധ്യന്മാരെയും കൂട്ടിനി ഒന്നാക്കുകയാണോ, ഒരാരാധ്യനാക്കുകയാണോ? ആ പണിയാണ് നബി ചെയ്തത്. അതാണ് അവർക്ക് പറ്റാതെ പോയത്. അവർക്ക് എത്ര ഇഷ്ടമുള്ള ആളായിരുന്നു റസൂലുള്ളാഹ് അല്ലേ? അല്ലമീനായിരുന്നു. അവർക്ക് എന്തിനും ആര് വേണ്ടിയിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടിയിരുന്നു. ഈ ഒരൊറ്റ കാര്യം പറഞ്ഞപ്പോഴാണ് ലാ ഇലാഹ, നിങ്ങൾ ആരാധിക്കുന്ന ഈ ഇലാഹുകളൊന്നും തന്നെ ഇല്ല. ആരല്ലാതെ? ആരെ മാത്രം സ്ഥാപിച്ചു? ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. ഇലാഹിന്റെ കൂടെ അൽ ചേർത്താൽ എന്തായി? അൽ ഇലാഹു എന്നായി. ഇലാഹ് ആരാധ്യൻ, അൽ ഇലാഹു യഥാർത്ഥ ആരാധ്യൻ. ഈ അൽ ഇലാഹാണ് ആര്? അൽ ഇലാഹ് ഒരു 10 തവണ പറഞ്ഞു നോക്കൂ. അൽ ഇലാഹ്, അൽ ഇലാഹ്, അൽ ഇലാഹ്. അതാണ് ആര്? അല്ലാഹ്. അല്ലാഹ് ആരാണ്? അൽ ഇലാഹ്. യഥാർത്ഥ ആരാധ്യനാണ് ആര്? അല്ലാഹു. അപ്പോൾ ലാ ഇലാഹ, ആരാധ്യനില്ല, ഇല്ലല്ലാഹു, യഥാർത്ഥ ആരാധ്യനല്ലാതെ. മറ്റൊക്കെ വ്യാജ ആരാധ്യന്മാരാകുന്നു. ക്ലിയർ അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ മാന ഇപ്പോൾ ക്ലിയർ ആയില്ലേ? യഥാർത്ഥ ആരാധ്യനല്ലാതെ ഒരു ആരാധ്യനില്ല. അതാണ് അല്ലാഹു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആരാധ്യൻ.
ഇനി ഇതാരെങ്കിലും മുസ്ലിങ്ങളുടെ മാത്രം ദൈവമാണോ ഇത് അള്ളാന്നുള്ളത്? അള്ളാഹ് ഞങ്ങളതാ, നിങ്ങളെ പറയണ്ടെന്ന് പറയാൻ പറ്റുമോ? എല്ലാവരുടെയും ഇലാഹാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. നോക്കൂ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. എന്നിട്ട് പറയുന്നു, നോക്കൂ, ലയജ്മഅന്നകും, അവൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. ജമാ, ഒരുമിച്ച് കൂട്ടി. ലാം എന്നുള്ളത് ലാമു തൗക്കീദാണത് കേട്ടോ. തീർച്ച എന്ന അർത്ഥത്തിൽ തന്നെയാണ് എന്താ വന്നത്? ലയജ്മഅന്ന എന്ന് പറഞ്ഞിടത്തും തൗക്കീദുണ്ട്. ലയജ്മഅന്നകും, അവൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും, നിസ്സംശയം. എങ്ങോട്ട്? എന്നാണ് ഒരുമിച്ച് കൂട്ടുക? ഇലാ യൗമിൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം. ആ ദിവസത്തിലേക്ക് അള്ളാഹു നിങ്ങളെ ഒരുമിച്ച് കൂട്ടും, എല്ലാ മനുഷ്യന്മാരെയും. അപ്പൊ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈ ഭൂമിയിൽ അവസാനമായി പിറന്ന മനുഷ്യനടക്കം ആരും അതിൽ മിസ്സാകൂല. ആരെങ്കിലും അതിന് പോകുമോ? ഇത്ര കോടിക്കണക്കിനുണ്ട്, എല്ലാം പാടതിനെങ്ങനെയാ കഴിയുക? കുറച്ചൊക്കെ എന്ത് ചെയ്യും, അവിടെ ഇവിടെ പോയിക്കോളും, ഒരുമിച്ച് കൂട്ടാത്ത ആ കൂട്ടത്തിന് നമ്മളും പെട്ടോളും എന്ന് കരുതി നിൽക്കേണ്ടാരും. എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. സൂറ വാഖിയയിൽ പറയുന്നുണ്ട്, അവർ ചോദിക്കുന്നുണ്ട്, സൂറ യാസീനിലും ചോദിക്കുന്നുണ്ട് അല്ലേ, മരിച്ചതിന് ശേഷം എല്ലൊക്കെ നുരുമ്പി മണ്ണിനോട് ചേർന്ന് പോയതിന് ശേഷം എങ്ങനെയാണ് ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുക? അതിന് പഠിച്ചവൻ പറയുന്ന മറുപടി എന്താണെന്നോ? നിങ്ങൾ ആദ്യം സൃഷ്ടിച്ച ആരാണ്? നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയത് ആരാണ്? ഏതെങ്കിലും ദൈവമാണോ? ഈ പറഞ്ഞ ലാത്തയോ ഉസ്സയോ മനാത്തയോ ആരാണ് നിങ്ങൾ സൃഷ്ടിച്ചത്? നിങ്ങളെ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും നിങ്ങളെ ജനിപ്പിച്ചവനും ആരാണ് എന്ന് ചോദിച്ചാൽ എന്താ പറയാ? അല്ലേ? ഇപ്പൊ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരില്ലേ, ലോകത്തെ ഏറ്റവും കൂടുതൽ അവരല്ലേ? നമ്മുടെ ക്രിസ്തീയ സഹോദരങ്ങളല്ലേ? അല്ലേ? കർത്താവേ കനിയണമേ എന്ന് പറയുന്നില്ലേ? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് മുമ്പ് ഇവിടെ മനുഷ്യന്മാരില്ലേ? അല്ലേ? അതിനു മുമ്പ് മനുഷ്യന്മാരില്ലേ? അവരൊക്കെ സൃഷ്ടിച്ചത് ആരാണ്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചത് ആരാണെന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അവരൊക്കെ സൃഷ്ടികളാണ്. സ്രഷ്ടാവ് ആര് മാത്രമാണ്? അല്ലാഹു സുബ്ഹാനഹു. ഖാലിഖ്, സ്രഷ്ടാവ് അല്ലാഹു മാത്രമാണ്. ആ അല്ലാഹു എല്ലാ സൃഷ്ടികളെയും ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആരും അതിൽ നിന്ന് വിട്ടുപോവുകയില്ല. സൂറ ഖിയാമയിൽ ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാൻ അല്ലൻ നജ്മഅ ഇളാമ. മനുഷ്യന്മാരുടെ അസ്ഥികൂടങ്ങൾ നാം ഒരുമിച്ച് കൂട്ടി അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ലെന്ന് അവർ വിചാരിക്കുന്നുവോ എന്നാ ചോദിക്കുന്നത്. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ. പിന്നെ പറയുന്നത് എന്താണ്? എങ്ങനെയാണ് ഒരു ഉയർത്തെഴുന്നേൽപ്പിക്കാന്നോ? ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. നിങ്ങൾ മരിച്ചാണ് പോയാൽ എപ്രകാരമായിരുന്നു അതേപോലെ പഠിച്ചോ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. സ്വർഗത്തിലേക്കും നരകത്തിലേക്കൊക്കെ പോകുമ്പോൾ നമ്മളെ കോലൊക്കെ മാറും. അത് പറയുന്നുണ്ട്, അത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഹദീസിലും പറയുന്നുണ്ട്. പിന്നെ വിശദീകരിക്കാം, ആയത്തുകൾ വരുന്നുണ്ട്. മരിച്ചതിന് ശേഷം ഭൂമിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഖുർആൻ കൃത്യമായി പറയും. സുമ്മ ഇദാ ദഅഅകും ദഅവതൻ മിനൽ അർദ് ഇദാ അൻതും തഖ്റുജൂൻ. നിങ്ങൾ ഒരൊറ്റ വിളി വിളിച്ചാൽ മതി പഠിച്ചോന്, നിങ്ങൾ എന്ത് ചെയ്യും? ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്ന, മഴ പെയ്ത് വരണ്ട ഭൂമിയിൽ വെള്ളം തട്ടിയാൽ ഉണങ്ങി വരണ്ട് കിടക്കുന്ന പല വിത്തുകളുമില്ലേ ഭൂമിയിൽ? എത്ര വിത്തുകളല്ലേ? നമ്മൾ കൃഷി ചെയ്യുന്നതല്ല, അല്ലാത്തത് കൃഷി ചെയ്യുന്നതിൽ പെട്ട തന്നെയാണ്. അതിങ്ങനെ മുളച്ചു വരുന്നത് ഖുർആൻ പലയിടങ്ങളിലും പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് അള്ളാഹു മനുഷ്യരെ ഇതേപോലെയാണ് ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതെന്നാണ്. ചീര വിത്ത് വിതറി ചീര അത് മുളച്ചു വരുന്നത് പോലെ മനുഷ്യന്മാർ ഭൂമിയിൽ നിന്ന് മുളച്ചു വരും.
അതിനൊരു വിത്ത് നമ്മുടേതായി പടച്ചോൻ ഇവിടെ ഭൂമിയിൽ അവശേഷിപ്പിക്കും. നമ്മുടെ മൃതശരീരം എങ്ങനെ അതിനെ നമ്മൾ സംസ്കരിച്ചാലും, കരിച്ചിട്ടൊക്കെ സംസ്കരിക്കുന്നില്ലേ, കരിച്ചു കളയുന്നില്ലേ, എങ്ങനെ നമ്മുടെ മൃതശരീരം സംസ്കരിച്ചാലും നമ്മുടെ ആ നട്ടെല്ലിൻ്റെ അവസാന ഭാഗമുള്ള വാൽക്കുറ്റി അവിടെ ഒരു വിത്തുണ്ട്, അതിവിടെ നശിക്കാതെ നിലനിൽക്കും. അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ മരിച്ച സമയത്ത് നിങ്ങൾ എത്ര വെയിറ്റ് ആയിരുന്നോ ഉണ്ടായിരുന്നത്, അതേ വെയിറ്റിലും അതേ ആകൃതിയിലും പ്രകൃതിയിലായിരിക്കും നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ഡ്രസ്സൊന്നും ഉണ്ടാവില്ല, ചെരുപ്പും ഷൂ ഒന്നും ഉണ്ടാവില്ല. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾ നഗ്നരായി നഗ്നപാദരായി നിങ്ങൾ എന്ത് ചെയ്യും? മണ്ണിൽ നിന്ന്. കാരണം എന്താണോ, വെയിറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ പഠിച്ചോന് കൃത്യമായിട്ട് അതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടേ. നമ്മളെത്ര തൂക്കമുണ്ട്, കനുണ്ട് എന്നെല്ലാം സൂറ ഖാഫിൽ പറയുന്നുണ്ടല്ലോ, അള്ളാഹു നമ്മുടെ ശരീരത്തിൽ നിന്ന് ഭൂമി എത്രയാണോ തിന്നു തീർത്ത് കുറച്ച് കളഞ്ഞത് അതുപോലും നമുക്ക് അറിയാം. ആർക്കറിയാം? അള്ളാഹുവിന് അറിയാം. അങ്ങനെ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും. അതാണ് ഖാദിരീന അലാ നുസവി ബനാന എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വിരൽ തുമ്പാണ്. വിരൽ തുമ്പ് വിരലടയാളല്ലേ. ഇപ്പം നമ്മുടെ പല കാര്യങ്ങൾക്കും വിരലടയാളം 10 വിരൽ കൊടുക്കുന്നുണ്ട്. ഇപ്പം കണ്ണെടുക്കുന്നുണ്ട്. നമ്മുടെ ഐഡൻറ്റിറ്റിയാണത്. നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മളാരാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരുപാട് അടയാളങ്ങൾ ശാസ്ത്രീയമായി ഇപ്പോഴൊക്കെ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചേ. പണ്ട് ഇപ്പോൾ സിഗ്നേച്ചറൊക്കെ ഉണ്ട് നമുക്കല്ലേ, നമ്മുടേതായ സിഗ്നേച്ചറില്ലേ. പണ്ട് ഈ ഒപ്പിടുന്നതിന് പകരം എന്തായിരുന്നു? ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ. ഇടത്തെ കൈയിൻ്റെ ഈ തള്ളവിരലിങ്ങനെ അമർത്തിയിട്ട് പിന്നെ അതുകൊണ്ട് ഒപ്പുവെക്കലായിരുന്നു. കാരണം എന്താ? അത് പിന്നെ വേറെ ആരും മാറൂല. ലോകത്ത് എത്ര മനുഷ്യന്മാരുണ്ടോ അവരിതൊക്കെ അത് വ്യത്യസ്തമായിരിക്കും. അതാ പഠിച്ചോൻ പറഞ്ഞത്. നിങ്ങളുടെ വിരൽ തുമ്പുകളെ വരെ യാതൊരു മാറ്റങ്ങളുമില്ലാതെ മരിച്ചതിന് ശേഷം ആ മാറ്റമില്ലാതെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവനാണ്. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന ലയജ്മഅന്നകും ഇലാ യൗമിൽ ഖിയാമ ലാ റൈബ ഫീഹി. ലാ റൈബ ഫീഹി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ തൗക്കീദ്, 2 തൗക്കീദ് പറഞ്ഞിട്ട് പിന്നെ ഇതും കൂടിയും പറയാണ്, അതിൽ സംശയമേ ഇല്ല. അപ്പോൾ ആ ദിവസത്തിന് വേണ്ടിയാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടത്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ എല്ലാ സാമർഥ്യവും, നമ്മുടെ എല്ലാ കഴിവും, നമ്മുടെ എല്ലാ പദവിയും, നമ്മുടെ എല്ലാ മഹത്വവും, നമ്മുടെ എല്ലാ ഉത്കൃഷ്ടതയും നമ്മൾ പ്രകടിപ്പിക്കേണ്ട ഒരു ദിനമാണേത്? അള്ളാഹിന്റെ മുമ്പിൽ യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. നീ ആരാണ് മനുഷ്യ എന്ന് നമ്മളെ ശരിക്ക് അവിടെയാണ് നമ്മൾ പ്രദർശിപ്പിക്കേണ്ടത്. ആരുടെ മുമ്പിൽ? അള്ളാഹുവിൻ്റെ മുമ്പിൽ. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, തഹയ്യഉ ലിൽ അർളിൽ അക്ബർ. ഏറ്റവും വലിയ ഒരു പ്രദർശന ദിവസം വരാനുണ്ട്, അതിന് നിങ്ങൾ ഒരുങ്ങണമെന്നാണ്. അന്ന് ആരെയാണ് അവിടെ പ്രദർശിപ്പിക്കുന്നത്? നമ്മളെ പ്രദർശിപ്പിക്കുകയാണ് പഠിച്ചവന്റെ മുമ്പിൽ. ലാ റൈബ ഫീഹി, അതിന് യാതൊരു സംശയവുമില്ല. എന്നിട്ട് പഠിച്ചവൻ പറയുന്നു, വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസാ. അല്ലാഹുവേക്കാൾ സത്യസന്ധമായി ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നവൻ ആരുണ്ട്? വരാനിരിക്കുന്ന സംഭവമാണിത്. പരലോകത്തിന്റെ കാര്യം, മരണാനന്തര ജീവിതത്തിന്റെ കാര്യം, അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ, സത്യസന്ധമായി പറഞ്ഞു തരാൻ ആർക്കേ കഴിയുള്ളൂ? അള്ളാഹുവിനെ കഴിയുള്ളൂ. അള്ളാഹു ഇങ്ങോട്ട് പറഞ്ഞയച്ച പ്രവാചകന്മാർ മുഖേന കാര്യമായും ഈ കാര്യമാണ്, വസ്തുതയാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക. ഒന്നാമത്തേത് തൗഹീദ്, ഏകദൈവ വിശ്വാസം. തൗഹീദിൽ കലർപ്പില്ലാതെ പല നിലക്കും അതിൽ കലർപ്പ് വരും. റസൂല് പറഞ്ഞത്, കൂരിരുട്ടത്ത് ഒരു കറുത്ത പാറയിൽ ഒരു കറുത്ത ഉറുമ്പ് അരിച്ചു പോകുന്നത് കാണാൻ കഴിയും. അതേപോലെ
വെളുത്ത മനസ്സ്, തൗഹീദ് ഉള്ള മനസ്സിലേക്ക് ശിർക്ക് അരിച്ചരിച്ച് വരും. കരുതിക്കൊള്ളിനാണ്. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ വിശുദ്ധിക്ക് വേണ്ടി എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേപോലെ തന്നെ മരണാനന്തര ജീവിതം നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും എന്തിനു വേണ്ടിയാണ്? പരലോകത്തിന് വേണ്ടി. ഒരാളോട് ചിരിക്കുകയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ്? പരലോകത്തെ രക്ഷ, നരകത്തിൽ നിന്ന് കാവൽ, സ്വർഗം കിട്ടാൻ. ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യുകയാണെങ്കിൽ എന്തിനു വേണ്ടി? സ്റ്റാറ്റസ് വെക്കാനാ? അന്നത്തെ സ്റ്റാറ്റസ് അതന്നെ എടുക്കട്ടെ. സ്റ്റാറ്റസ് ഒന്നും തിരഞ്ഞെടുക്കുകയാണ് നമ്മൾ. അല്ല, സ്വർഗത്തിന് വേണ്ടി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, പരലോക വിജയത്തിന് വേണ്ടി എന്ത് ചെയ്യുകയാണെങ്കിലും ആ ഒരു നിയ്യത്ത് നമുക്കുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ തുണയായി നമ്മുടെ കൂടെ ഉണ്ടാകും. അള്ളാഹു നമ്മെ കാക്കും. അങ്ങനെ നമ്മുടെ വിശ്വാസത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് പരലോകത്തിന് വേണ്ടി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അവൻ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി രഹസ്യമായും പരസ്യമായും പറ്റിപ്പോയ ധാരാളം തെറ്റുകളുണ്ട് റബ്ബേ. ഞങ്ങൾ മറന്നുപോയതും നീ ഇപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ ആ തെറ്റുകളെല്ലാം നിൻ്റെ ഫള് കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരായ ഞങ്ങളുടെ മാതാപിതാക്കൾ, അടുത്ത ബന്ധുക്കൾ, ഉറ്റവർ, ഉടയവർ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും ഞങ്ങളെയും നീ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ സൗഖ്യങ്ങളും നീ അവർക്ക് ചൊരിഞ്ഞു കൊടുക്കണമേ തമ്പുരാനെ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക്, രോഗത്തിൻ്റെ വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടി ചേർത്ത് വെക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളവരും അല്ലാത്തവരുമായ എല്ലാ രോഗികൾക്കും ശിഫയും ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ, മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമയും മനഃശാന്തിയും പ്രദാനം ചെയ്യണമേ നാഥ. ജീവിത പരീക്ഷണങ്ങളിൽ നിന്നും വലിയ ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണമേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.